ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടിയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിൽ എന്തോ വിളക്കുണ്ട്, അവളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയായി. ഇപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഇനി കുളിക്കണം, അമ്പലത്തിൽ പോകണം. അമ്പലത്തേക്കും അവളുടെ വീട്ടിലേക്കും പോകണം. നാളെ പരിപാടി തോന്നുന്നു. അപ്പം അമ്മ ഇത് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാലിൻ്റെ പൈസ കൊടുക്കാൻ പോവാ. അപ്പൊ അമ്മ പാലിന്റെ പൈസ കൊടുക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇപ്പൊ 2 ദിവസത്തേക്ക് പാല് വേണ്ടല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് വരെയുള്ള ആഴ്ചയിലാണ് പാലിന്റെ പൈസ കൊടുക്കാറ്. അപ്പോൾ ഇന്നും നാളെയും വേണ്ടാത്തതുകൊണ്ട് ഇതുവരെ വാങ്ങിച്ചതിന്റെ, ഈ ആഴ്ചയിൽ ഇതുവരെ വാങ്ങിച്ചതിന്റെ പൈസ കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടനെ വെച്ചെങ്കിൽ ഞാൻ ഈ ഓട്ടോയിലൊന്നും പോണത് തീരെ ഇഷ്ടമല്ല സത്യം പറയാ വെച്ചെങ്കിൽ. കാരണം എനിക്കത് കുറേ നാളിങ്ങനെ വീട്ടിലിരുന്നൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. വീട്ടിൽ തന്നെ ഇരുന്ന് ഒരുമാതിരി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയൊക്കെ ആദർശേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ജസ്റ്റ് പതുക്കെ പോവുള്ളൂ. നമ്മുടെ മറ്റേ വെള്ളിമൂങ്ങ വണ്ടി ഉണ്ടല്ലോ, മറ്റേ വണ്ടിയോളാ വെച്ചെങ്കിൽ ഭയങ്കര ജർക്കിങ് ഉണ്ടാവാറുണ്ട്. ഈ വണ്ടിയാകുമ്പോൾ ആള് പതുക്കെ, നമുക്കറിയണ ചേട്ടനാ. അപ്പോൾ ആളനുസരിച്ച് ചേച്ചീനൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്കും, അന്ന് നമുക്ക് കാറൊന്നും ഇല്ലല്ലോ, എല്ലാതും ഓട്ടോയിൽ തന്നെയായിരുന്നു. എനിക്കിപ്പോൾ ഇതുവരെ എന്ന് വെച്ചാൽ ഓട്ടോയിൽ പോകേണ്ടതൊന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ ആദർശേട്ടനെ വെച്ചെങ്കിൽ അതൊക്കെ ഭയങ്കര പേടി കൂടുതലാണ്. അപ്പം ഞാൻ പറയൂട്ടാ, ഇതിപ്പോൾ നമുക്ക് കാറുള്ളതുകൊണ്ട് തന്നെ നമുക്കത് തോന്നണം. ഇപ്പം എൻ്റെ ചേച്ചിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാതും ഹോസ്പിറ്റലിലേക്കും എവിടേക്കും നമ്മൾ ബൈക്കുമേ പോയിരുന്നു കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ തേജപ്പനെയൊക്കെ വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ബൈക്കിലാണ് വന്നിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ അച്ഛനും ഈ ഇപ്പോൾ ഞങ്ങളുടെ ഓട്ടോ ഞങ്ങളിന്ന് പോണ ചേട്ടനാട്ടോ എപ്പോഴും ഹോസ്പിറ്റലിലേക്കും എല്ലായിടത്തേക്കും കൊണ്ടുപോകാറ്. അപ്പം എന്തായാലും ഇന്ന് പതുക്കെ ഞാൻ അമ്മയും ആദ്യം പോകണ്ടേന്ന് അപ്പം ഞാൻ ഇങ്ങോട്ടും പോകാറില്ല. ശരിക്കും പറയാ വെച്ചെങ്കിൽ എപ്പോഴും വീട്ടിൽ തന്നെയാവും കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് ഒന്ന് പോയിട്ട് ചേച്ചിയടുത്ത് പോയിട്ട് നാളെ എൻ്റെ വീട്ടിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ആദർശേട്ടൻ അച്ഛണ്ടല്ലോ, ആദർശേട്ടൻ ഇല്ലാതെ ഞാൻ എവിടേക്കെങ്കിലും പോവാച്ചെങ്കിൽ ആദർശേട്ടന് ഞാൻ സേഫ് അല്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കൂടുതലാണ്, ഭയങ്കര പേടി കൂടുതലാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഇതൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി കുളിച്ച് ഫുഡൊക്കെ കഴിക്കുക, അത് കഴിഞ്ഞ് ഓട്ടോ വരും. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോവാന്നാണ് വിചാരിക്കണേ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടെ. ഞാൻ തല നനച്ചില്ല, മേലി ഒരുക്കി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, വേറെ മേക്കപ്പൊന്നും ചെയ്യില്ല. മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇത്ര മാത്രം ചെയ്യും. പിന്നെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രഗ്നൻസി ടൈമിൽ എല്ലാ ക്രീമും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഞാൻ എല്ലാ ക്രീമൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചില പ്രൊമോഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ നമുക്ക് പ്രൊഡക്ട്സ് അയച്ചു തരും. പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാതെയാണ് ഇതിൻ്റെ റിവ്യൂ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഈ നൈക്ക, പർപ്പിളൊക്കെ പോലെയുള്ള നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സ് ആണ്. അത് കാരണം അതിന് അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. സൺസ്ക്രീനൊക്കെ ഞാൻ ഡെയിലി യൂസ് ആക്കാറുണ്ട് കേട്ടോ. പിന്നെ ക്രീമൊക്കെ അമ്മ, അച്ഛൻ, ആദർശേട്ടനൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 സൺസ്ക്രീനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാറുള്ളൂ. അത് പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കും കേട്ടോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ എനിക്ക് പേഴ്സണലി അറിയണവർക്കും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് പ്രൊമോഷനൊക്കെ കിട്ടുകയെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കോളേജിൽ പോണ കുട്ടികൾ, പഠിക്കാൻ പോണ പിള്ളേർക്കൊക്കെ സൺസ്ക്രീനൊക്കെ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഞാൻ പറ്റിച്ചെങ്കിൽ ഇനി കിട്ടുകയെങ്കിൽ ഞാൻ എന്തായാലും അവർക്കും കൂടി ഉള്ളത് ഞാൻ മാറ്റി വെക്കാറുണ്ടോ. കാരണം ഞാൻ കോളേജിൽ പോണ കുട്ടികൾ, സ്കൂളിൽ പോണ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ കോളേജിൽ പോണ സമയത്തും ഈ സൺസ്ക്രീനൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്താ സംഭവം, ഇത് അങ്ങനെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആ സമയത്തൊക്കെ നോക്കുമ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വാങ്ങിക്കാൻ പ്രത്യേകിച്ച് അത് എഫേർട്ട് ആയിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നും ഇങ്ങനെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ കൊടുക്കാച്ചെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും അത്. അപ്പം എന്തായാലും നമുക്ക് ഇനി കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കട്ടെ. അപ്പം കിട്ടുകയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ചോറുണ്ടേട്ടാ, ചോറിന് മുരിങ്ങയിലയുടെ കറിയും പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ട്. അപ്പം ഇലക്കറി സമയത്ത് നന്നായി കഴിക്കണത് നല്ലതാന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഇവിടെ ഒരു 3 ദിവസമൊക്കെ എന്തായാലും മുരിങ്ങയുടെ ഇല, പിന്നെ ചേമ്പിൻ്റെ ഇല, അങ്ങനത്തെ ഇലക്കറികൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി വരാറായിട്ടാണ്. ഞങ്ങൾ വാതിലൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ നമ്മളിതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, പിന്നെ കായക്കൊലൊക്കെ കൊണ്ടുപോയി കേട്ടോ. അച്ചാച്ചതേ ആടിനെ കൊണ്ടുപോകുന്നു തീറ്റിക്കാൻ.
അവിടെ വെള്ളം വിട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അമ്മ എന്നെ പിടിച്ചിട്ട് ഫ്രണ്ടിലിരുത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു അൺകംഫേർട്ട്. പിന്നെ കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഇരിക്കണതാണ് കുറച്ചുകൂടി സേഫ് എന്ന് പറഞ്ഞിട്ടോ ഫ്രണ്ടിലിരുന്നേ. അങ്ങനെ നമ്മളിതേ നമ്മുടെ വണ്ടിയിൽ നിന്ന് മറ്റേ കായക്കൊലയും പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇറക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ ധനേഷേട്ടനെ ചേച്ചിയുടെ അടുത്ത് വെള്ളമൊക്കെ കലക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളതൊക്കെ സെറ്റാക്കുകയാണ്. അമ്മ ഇതേ മറ്റേ സ്നാക്സ് ഒക്കെ എടുത്ത് വയ്ക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ പണി നടക്കണ്ടല്ലോ, അപ്പോൾ പുറകത്തെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിടാനൊക്കെ വേണ്ടിയിട്ട് ഒരു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതൊക്കെ ജസ്റ്റ് ചെന്ന് നോക്കാനുണ്ടോ. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ധനേഷേട്ടൻ പോവാ പറഞ്ഞിട്ട് ചേട്ടൻ ഇറങ്ങാൻ നിൽക്കാനുണ്ടോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടി പണികൾ ബാലൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വിളക്കാകുമ്പോഴേക്കും മാക്സിമം തീർക്കാൻ പറ്റുന്നത് തീർക്കാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് പിന്നെ ഞാൻ കുറച്ചു നേരം പോയി കിടന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം, കുറച്ച് ഇങ്ങനെ യാത്ര ചെയ്തതിൻ്റെ തോന്നുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ആ ടെഡി ബെയറിനും കൈ പിടിച്ചിട്ട് കിടന്നു കുറച്ചു നേരം. അപ്പോൾ പിന്നെ ഇതാ അമ്മ ഒക്കെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ നമ്മുടെ തേജപ്പം വരാറായി എന്ന് വിചാരിച്ചിട്ട് വിനീഷേട്ട ഓടിപ്പോയി നോക്കാൻ കേട്ടോ. പക്ഷെ തേജപ്പൻ്റെ വണ്ടി ആയിരുന്നില്ല. അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ തേജപ്പന് എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ തേജപ്പൻ്റെ വണ്ടി എത്തി ചേട്ടൻ അവനെ ഇറക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വരുന്ന കാര്യം അവൻ അറിയില്ല കേട്ടോ. സർപ്രൈസ് കൊടുത്ത അവന് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സർപ്രൈസ്. ഞാൻ അവനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാതിലിന്റെ മറവിൽ കുറച്ചു നേരം ഒളിച്ചു നിന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ പണിക്ക് വന്ന ചേട്ടനും ചേച്ചിയുടെ ഒപ്പം ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ കുട്ടീനെ കണ്ടപ്പോൾ അവൻ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അമ്മ ഇത് സോഫയുടെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവനെ പേടിപ്പിക്കാന്നുള്ള രീതിക്കാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നിഴല് കാണുന്നുണ്ട്, ആളെന്നെ ഇങ്ങോട്ട് കാണുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഞാൻ നോക്കി. പിന്നെ ഞാൻ അവിടെ എന്നെ ഒളിച്ചെന്ന്. പിന്നെ അവൻ എന്നെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. അപ്പം എന്നെ അടിക്കാനൊക്കെ നോക്കിയിട്ട് അവനെ പേടിപ്പിച്ചേനെ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മുടെ തേജപ്പൻ്റെ മുഖത്തെ പ്ലിങ് ആയിട്ടുണ്ടാവാട്ടോ. അതേപോലെ തന്നെയായിരുന്നു. അവന് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു ഇളിഞ്ഞ മുഖമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ വെള്ളം ദാഹിക്കണ് പറഞ്ഞിട്ട് വേഗം വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ അമ്മ പോയിട്ട് കുറെ സ്നേഹപ്രകടനങ്ങൾ ചെയ്യുമ്പോൾ അമ്മയ്ക്കുള്ളത് കിട്ടുട്ടോ. കുട്ടി നന്നായിട്ട് ദാഹിച്ചിട്ടാ വന്നേ തോന്നുന്നു. അങ്ങനെ നേരെ ഫ്രിഡ്ജ് തുറന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ പറയുന്നുണ്ട് തണുത്ത വെള്ളമാണ് അധികം എടുത്ത് കുടിക്കല്ലേ എന്നൊക്കെ. അങ്ങനെ അവൻ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അമ്മയ്ക്കൊന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് അമ്മ കേട്ടോ. അവനച്ചങ്ങ് നിന്ന് കൊടുക്കൊന്നുമില്ല, അവ ഓടുക ചെയ്യുന്നേ. അങ്ങനെ പിന്നെ ക്ലാസ്സിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവനിന്ന് ശനിയാഴ്ച ക്ലാസ് ഉണ്ട് എന്നൊക്കെയായിട്ട് പറയണേ. അപ്പൊ അവന് റെമഡിയൽ ക്ലാസ് ഉണ്ടാവാറുണ്ട് ശനിയാഴ്ച ദിവസം. അപ്പോൾ അതുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൻ നേരെ കുളിക്കാൻ വേണ്ടി വിട്ടുട്ടോ. അപ്പൊ ഐഡന്റി കാർഡൊക്കെ ഊരി വെക്കാണ്. വിളക്കിന്റെ കാര്യം അവന് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അവന് നാളെ ക്ലാസ് ഉണ്ട് ഞാൻ പോകുന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു നീ വിളക്കിനില്ലേന്ന്. അപ്പൊ പിന്നെ ആൾക്ക് വേണ്ട ക്ലാസ്സിന് പോകണ്ടെന്നായിട്ടോ. അപ്പൊ നാളെ വിളക്കല്ലേ? പൊക്കോ, പഠിക്കാൻ പൊക്കോ. പിന്നെ ചേച്ചി വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികളൊക്കെ എടുത്തിടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞിട്ട് വർക്ക് ഏരിയയിൽ ഇരിക്കുകയാണ്. ഞാനൊരു ഓറഞ്ചൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ചായ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ മറ്റു പ്ലേറ്റിൽ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ അത് കഴിക്കാട്ടോ. അപ്പം അമ്മയുടെ അപ്പുറത്തൊരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പം അതിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇവിടെ ഗാർഡൻ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം ആ ചേട്ടൻ വന്നു കേട്ടോ. അപ്പം ആ ചേട്ടൻ പറയണേ ഞങ്ങൾ രണ്ടുപേരെയും കാണാൻ ഒരേപോലെ ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഉള്ള മോച്ചായി ഉണ്ടെന്ന്. തടിയില്ലാത്ത സമയത്ത്, ഞാൻ മണ്ണില്ലാത്ത സമയത്ത് കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തടി വെച്ച് ആകെ മാറിട്ടാ. അങ്ങനെ ഇതാ ഇവിടെ ഓരോ പണികളിലാണ് കേട്ടോ. നല്ല രസം കേട്ടോ ചെടി സെറ്റ് ചെയ്യണത്. നല്ല അഫോർഡബിൾ ആയ റേറ്റിലാട്ടോ ചെയ്യണേ. അപ്പൊ ഞാനും വിചാരിച്ചു ഇത്ര റേറ്റ് ഉള്ളൂ എന്നിട്ടോ. അങ്ങനെ ഇതാ അമ്മ അങ്ങനെ അടിച്ചോരുന്നുണ്ട്. പണിക്കാരൊക്കെ ഫുൾ ടൈം എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ രാത്രി ആയാലും 3 മണി വരെയൊക്കെ ഇവിടെ പുലർച്ചെ 3 മണി വരെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഭയങ്കര ക്ഷീണം, ഞാൻ കുറെ നേരം കിടന്ന്. പിന്നെ എന്തോ മെയിലും കൈക്ക് കുഴയണ പോലെ. അപ്പൊ ഞാൻ കുറച്ച് ചോറ് എടുത്ത് കഴിക്കാൻ വിചാരിച്ചിട്ട് വിശക്കുണ്ട് ചെറുതായിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നേരത്തെ ഒരു സമയം 6 മണിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. സാമ്പാറും ഉപ്പേരി
അച്ചാറ് പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. ചോറിനട്ടെ ഞാൻ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇതേ മേലൊക്കെ കഴുകി അത് ഇവൾക്ക് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഇതേ അച്ഛനെയാണോ അതോ അമ്മമ്മേനെയാണോ എന്ന് അറിയില്ല, ഫോൺ വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവള് പോകാൻ വേണ്ടി നിൽക്കട്ടെ. അപ്പോഴാണ് തേച്ചപ്പോ എന്നെ ഓടി വന്ന് വിളിച്ച മേമ ഒന്ന് വായി ഒരു സാധനം കാണിച്ചു തരാന്ന്. ഞാൻ ചെന്നോക്കുമ്പോ എന്താ ചോദിച്ചപ്പോളേ ഇതാ ശബരിമല കാണുന്നു. അപ്പൊ ഞാൻ ശബരിമലയാ നോക്കുമ്പോ ആ ഒരു മേഘ ഇതുണ്ടല്ലോ. അപ്പൊ അമ്മ ഇരുന്ന് പറഞ്ഞു കൊടുക്കണ കാണണത് ശബരിമലയാന്നൊക്കെ. ഈ അമ്മ ഞങ്ങൾ കുഞ്ഞെ കുട്ടിയാകുമ്പോഴും ഞങ്ങളെ ഓരോന്ന് പറഞ്ഞു പറ്റിക്കും. ഞങ്ങളതൊക്കെ വിശ്വസിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചെറുപ്പത്തിലെ ആ ഒരു സാധനം ഇങ്ങനെ മനസ്സിലുണ്ടാവുമല്ലോ, അയ്യോ ശബരിമല ഇപ്പോൾ അവിടെ അയ്യപ്പസ്വാമി ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഞാൻ കുഞ്ഞെ കുട്ടിയാകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അമ്മമ്മയും മോനും തുടങ്ങി കളി. ഇവർക്ക് പിന്നെ ഓരോ കല്ല് പറക്കുക, ചോക്ക്, മറ്റേത് സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം. പിന്നെ തേച്ചപ്പിന് ഇഷ്ടം അങ്ങനത്തെ ഓരോ കളികൾ കളിക്കുമ്പോൾ അവൻ്റെ ഒപ്പം നിൽക്കണത്. അപ്പം അമ്മ ഓരോന്നൊക്കെ വരച്ചിട്ട് ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുട്ടെ കാണിക്കുന്നേന്ന്. എന്താ പൂക്കളോ ഇതെന്തുട്ട് കളിയത് തേച്ചു? ഇതെന്തുട്ട് കളി? അനക്ക് അവിടെ നിന്ന് വെക്കല്ല എന്റെ ഇങ്ങടേക്ക് അതിണ്ടല്ലേ ഏത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റു ഉണ്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ അവിടെ ഒരു 6 മണി 6:30 ആകുമ്പോൾ ഫുള്ള് ശരണം വിളിയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമൊക്കെ കേൾക്കാൻ. പിന്നെ ഇപ്പോഴൊന്നും തീരെയില്ല, ഇപ്പോൾ എവിടെയും കേൾക്കാല്ലേ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ശരണം വിളിച്ചിട്ട് ആൾക്കാർ പോകണ തന്നെ. അങ്ങനെ ചേച്ചി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു കേട്ടോ. ഇനി അമ്മമ്മയുടെയും മോൻ്റെയും അടുത്ത പരിപാടിയാണ് കേട്ടോ. അമ്മമ്മ ബുക്കൊക്കെ എടുത്ത് കണ്ണാടൊക്കെ വെച്ചിരുന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ആളെ എവിടെ ഇരിക്കണേ കുറച്ച് നേരമൊക്കെ ഇരുന്നു, പിന്നെ അവൻ്റെ കാര്യം നോക്കി പോയിട്ടാ. അപ്പം അമ്മ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ സൂത്രമൊക്കെ കാണിച്ചിട്ട് ഏതാണ്ടൊക്കെ ഇരുത്തി. അപ്പം അമ്മ ക്ലാസ്സിലെ പഠിക്കാത്ത കുട്ടിയും തേജു ക്ലാസ്സിലെ നന്നായി പഠിക്കുന്ന കുട്ടിയും വന്നിട്ട് ഞാൻ ടീച്ചർ, എന്നിട്ട് അവർക്ക് പരീക്ഷ എടുക്കാനുണ്ടോ ഞാൻ ഇവിടെ ഇരുന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തേജപ്പനും ചേട്ടനെ കൂടി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ടുവന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. പിന്നെ ഇതേ ചപ്പാത്തി ഉണ്ടാക്കാട്ടോ ചേച്ചി. അപ്പോൾ പണിക്കാർക്കും ഉണ്ട്, പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചപ്പാത്തി ഇനി കിടക്കാറാകുമ്പോൾ കഴിക്കാമെന്ന്. ഞാനൊരു 6 മണിക്ക് ആകുമ്പോഴത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും മമ്മിയും ചേച്ചി കൂടിയിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.